ഇന്ന് ലോക വന്യജീവി ദിനം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടിക്കടുത്തുള്ള വെറ്റിലപ്പാറ എന്ന അതിമനോഹരമായ ഒരു ഗ്രാമത്തിലാണ്. ഒരുപാട് ആനകളുണ്ട് ഇവിടെ. കുറച്ച് നല്ല ആന കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് വരാം. ഈ പുഴയാണ് വെറ്റിലപ്പാറയുടെ ജീവനാഡി. മനുഷ്യനും വന്യമൃഗങ്ങളും ഒരേപോലെ ഉപയോഗിക്കുന്ന ജലസ്രോതസ്. വേനൽ കടുത്തതോടെ പുഴയോരത്ത് ഏത് സമയത്തും ആനകളുണ്ടാകും. മഞ്ഞക്കൊമ്പൻ, കട്ടപ്പ, മുറിച്ചെവിയൻ, അങ്ങനെ പല പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരുപാട് കൊമ്പന്മാരും പിടിയാനകളും കുട്ടികളും സദാസമയവും വിഹരിക്കുന്ന ഗ്രാമമാണ് വെറ്റിലപ്പാറ. ഇനിയാണ് ഈ പ്രദേശത്തെ ആനകളിലെ ഹീറോയുടെ എൻട്രി. ആ വരുന്നതാണ് ഏഴാറ്റുമുഖം ഗണപതി. കണ്ടോളൂ. ചെറുപ്പക്കാരനാണ് ഗണപതി. വയസ്സ് 35. കൊമ്പനാനകളുടെ അലങ്കാരമായ തലയെടുപ്പോ ഒത്ത കൊമ്പുകളോ ഒന്നുമില്ലെങ്കിലും ഈ ഗ്രാമത്തിന് പ്രിയപ്പെട്ടവനാണ് ഗണപതി. അതിനൊരു കാരണവുമുണ്ട്. കാട്ടാനയാണെങ്കിലും ഏഴാറ്റുമുഖം ഗണപതി ഇന്നുവരെ മനുഷ്യരെ ഉപദ്രവിച്ചിട്ടില്ല. ഗണപതിക്ക് മേൽ ആകെ ആരോപിക്കുന്ന കുറ്റം എണ്ണപ്പന മറച്ചിടൽ മാത്രമാണ്. എണ്ണപ്പനയ്ക്കുള്ളിലെ നീരിന്റെ രുചി അവന് അത്രയ്ക്കങ്ങ് പിടിച്ചു കഴിഞ്ഞു. അങ്ങനെ തീറ്റയൊക്കെ കഴിഞ്ഞ് വയറ് നിറഞ്ഞതോടെ പയ്യെ നടത്തം തുടങ്ങി. നല്ല ചൂടാണ്. ഗണപതി ഇപ്പോൾ ഇറങ്ങിപ്പോയിരിക്കുന്നത് ഈ പുഴയിലേക്കാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പുറകെ പോയി നോക്കാം. ചിലപ്പോൾ നല്ല ഗംഭീര ഒരു കുളിസീൻ കിട്ടും. അപ്പോൾ നമ്മളൊരു സേഫ് ഡിസ്റ്റൻസ് എടുക്കണമെന്നേ ഉള്ളൂ. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. തുമ്പിക്കൈയിൽ വെള്ളമെടുത്ത് ദാഹം തീർത്തു. പിന്നെ ഒറ്റ മറിച്ചിലാണ്.
വെള്ളത്തിൽ മുങ്ങിയും പൊങ്ങിയും ആസ്വദിച്ചൊരു കുളി. ഗണപതി കുളി മതിയാക്കിയതോടെ മറുകരയിൽ ദാ മറ്റൊരു കൊമ്പൻ. അവന്റെ കൂടെയുമുണ്ട് 3 ആനകൾ വേറെ. ഗണപതിയുടെ കുളി കാണാൻ വന്ന എനിക്കിപ്പോ ലോട്ടറി അടിച്ചതുപോലെയായി. കുളി കഴിയുന്ന മുറയ്ക്ക് ഓരോരുത്തരായി കരയിലേക്ക് കയറി തുടങ്ങി. പൂഴിമണ്ണ് വാരിപ്പൂശി ശരീരം വീണ്ടും തണുപ്പിച്ചു. എല്ലാവരും കരയിലേക്ക് കയറിയതോടെ കൂട്ടത്തിലെ സീനിയർ കൊമ്പന്റെ വക സിഗ്നൽ. പിന്നെ വൈകിയില്ല, കൂട്ടത്തോടെ എല്ലാവരും കാട് കയറി. എങ്ങും മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ അതിരൂക്ഷമാകുന്ന ഈ സമയത്ത് വെറ്റിലപ്പാറയിലെ ജനങ്ങളും കാട്ടാനകളും പരസ്പരം ശല്യം ചെയ്യാതെയുള്ള അതിജീവനം അതിനിയും അങ്ങനെ തന്നെ തുടരട്ടെ. ഈ കാഴ്ചകൾ പകർത്താൻ ഒപ്പം നടന്ന വിനീഷ് പറവൂരിനൊപ്പം ബിനു തോമസ്, ക്യാമറമാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഇപ്പോൾ ഈ അതിമനോഹരമായ ദൃശ്യവിരുന്ന് നമുക്ക് സമ്മാനിച്ച ബിനു തോമസ് തന്നെ നമുക്കൊപ്പം ഉണ്ട്. ബിനു ചേട്ടാ, ഗുഡ് മോർണിംഗ്. ഈ ദൃശ്യം ആദ്യം തന്നെ പറയട്ടെ, അതിമനോഹരമായ ഒരു ദൃശ്യവിരുന്ന് തന്നെയാണ് നമുക്ക് സമ്മാനിച്ചത്, നമുക്കും പ്രേക്ഷകർക്കും ഒക്കെ സമ്മാനിച്ചത്. എല്ലാവരും അത് അത്രത്തോളം അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ബിനു ചേട്ടാ, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കടലും ആനയും ഒക്കെ കണ്ടാൽ നമുക്ക് ഒരിക്കലും മടുക്കത്തില്ല, പ്രത്യേകിച്ച് മലയാളികൾക്ക്. ഈ ഇപ്പോഴത്തെ കാഴ്ച എന്ന് വെച്ചാൽ പ്രകൃതി, കാടിൻ്റെ സൗന്ദര്യം, ആനയുടെ സൗന്ദര്യം, അതൊക്കെ കൂടി ചേർന്നിട്ട് ഒരു മുഴുവൻ ഒരു പറഞ്ഞതുപോലെ തന്നെ ഒരു ദൃശ്യവിരുന്ന് തന്നെയായിരുന്നു. അപ്പോൾ ബിൻചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? എങ്ങനെയായിരുന്നു ആ ഒരു യാത്രാ അനുഭവം? യാത്ര ഗംഭീരമായിരുന്നു. ഞാൻ ഏതാണ്ട് ഒരു 10 ദിവസം എടുത്തു ഇത് ഷൂട്ട് ചെയ്ത് തീർക്കാനായിട്ട്. കാരണം നമുക്ക് എറണാകുളത്തു നിന്ന് അറിയാം, ഞാൻ ഇന്നും രാവിലെ ഒരു 4:30-4:45 മണിയാകുമ്പോൾ ഓഫീസിൽ നിന്ന് പോകുമായിരുന്നു. 1 മണിക്കൂർ യാത്ര ഉള്ളൂ നമുക്ക് അങ്കമാലി, ഏഴാറ്റുമുഖം, ഈ വെറ്റിലപ്പാറ എത്താൻ വേണ്ടിയിട്ട്. രാവിലെ ഒരു 6:15 മണിക്കൊക്കെ വെറ്റിലപ്പാറ പാലത്തിൽ നിന്നാൽ ഏതൊരു മനുഷ്യനും കിട്ടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. കാരണം അത്ര നല്ല രസമാണ് അവിടുത്തെ സൺറൈസ്. ഒരു 4:30 മുതൽ ഒരു 8:30-9 മണി വരെയാണ് ആനകളുടെ മൂവ്മെൻറ്റ് രാവിലെ ഉള്ളത്. പിന്നെ ഈവനിങ്, പകൽ സമയത്ത് ചൂടാണ്. ഇവർ പുഴയുടെ സൈഡിലൊക്കെ ചിലപ്പോൾ വരും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ബുഷിൻ്റെ ഇടയിൽ കയറി തണലത്ത് നിൽക്കും. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ആദ്യത്തെ 2 ദിവസം എനിക്ക് വിഷ്വലൊന്നും കിട്ടിയില്ല. കാരണം എനിക്ക് അറിയില്ലായിരുന്നു, ചില പോയിന്റുകളുണ്ട് പ്രത്യേക ആനകൾ ഇറങ്ങി വരുന്നതും പോകുന്നതുമായിട്ടുള്ളത്. അപ്പം ഞാൻ അവിടുത്തെ ഒരു ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എവിടെ പോയ ആനയെ കിട്ടുമെന്ന് ചോദിച്ചു. 2 ദിവസം ഞാൻ നടന്നിട്ട് എനിക്ക് ആനയൊന്നും കിട്ടിയില്ല. അപ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പ്രത്യേക ഒരു സ്ഥലത്തിൻ്റെ വെറ്റിലപ്പാറ തന്നെയുള്ള ഒരു പോയിന്റ് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ അങ്ങോട്ട് പോയിക്കോ, അവിടെ പോയാൽ പശുക്കൾ മെയ്യുന്ന പോലെ ആനയെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ നമ്മുടെ സഹായിക്കാനുള്ള ഡ്രൈവറുണ്ട് വിനീഷിനോട് ഞാൻ പറഞ്ഞു, എന്നാലും ആ ചേട്ടൻ അന്യായ തള്ളായിപ്പോയി തള്ളിയത്. പക്ഷേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. എനിക്ക് വിഷ്വൽ വേണമല്ലോ. സത്യം പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞത് ശരിയായിരുന്നു. ആ വിഷ്വലിൽ കാണുന്നുണ്ട് 10-16 എണ്ണത്തിൻ്റെ കൂട്ടം. അത് ഏറ്റവും കുറവാണ് അവിടുത്തെ. സോ എവിടെ നോക്കിയാലും ആ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എവിടെ നോക്കിയാലും നമുക്ക് ഒരുപാട് ആനകളെ കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ അവിടെ ചെന്ന് ഭയങ്കര അത്ഭുതമായിപ്പോയി. കാരണം ഇത്രയും ആനകൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ ഈ ഗണപതിയാണ് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു സാധനം. ഗണപതിയെ അവിടെ ആൾക്കാർക്കൊന്നും പേടിയില്ല. കാരണം എത്ര അടുത്ത് വേണേലും ആൾക്കാരൊക്കെ പോയി നിൽക്കും. അപ്പോൾ ഗണപതിയാണ് അവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. എല്ലാ വീടുകളുടെയും സൈഡിൽ കൂടെ ഒക്കെ കയറിപ്പോവും. അങ്ങനെയാണ് ഗണപതിയെ ഫോളോ ചെയ്തത്. അങ്ങനെ പോയപ്പോഴാണ് നല്ലൊരു കുളിസീൻ, പിന്നെ കുറേ കൊമ്പന്മാർ, അങ്ങനെ രസകരമായിട്ടുള്ള ഒരു നല്ല അനുഭവമായിരുന്നു ആ ഒരു 10 ദിവസം. അപ്പോൾ നമുക്കൊക്കെ ഈ ആ സ്ഥലത്തേക്ക് പോകാൻ കഴിയുമോ ബിൻചേട്ടാ? എങ്ങനെയാണ് എൻട്രി ഒക്കെ? എങ്ങനെയാണ് അവിടെ? അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഈ മസനഗുഡി വഴി ഊട്ടി എന്ന് പറയുന്നത് പോലെ പുതിയൊരു യാത്രയൊക്കെ വെക്കാവുന്നതാണ്. ഏഴാറ്റുമുഖം ടു വഴി വെറ്റിലപ്പാറ, അതിരപ്പള്ളി, ആ വഴി രാവിലെ പോയാൽ മതി. നമുക്ക് ആർക്ക് വേണമെങ്കിലും കയറി പോകാവുന്ന വഴികളാണ്. പോയാൽ നമുക്ക് ഇരുവശത്തും ഇഷ്ടം പോലെ ആനകളെ കാണാം. സൂക്ഷിച്ച് പോകണമെന്നേ ഉള്ളൂ.
വണ്ടി നിർത്തിയിടാൻ പാടില്ല. വണ്ടി അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് റോഡ് സൈഡിൻ്റെ ഇരുവശത്തും ആനകളെ കാണാം. നമുക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ക്യാമറകളായതുകൊണ്ട് കുറച്ച് വലിപ്പം കൂടുതലാണ്, ട്രൈപ്പോഡും ക്യാമറയൊക്കെ. ഞാൻ എൻ്റെ മുമ്പിൽ ഒരുപാട് ആനകൾ വന്ന് ഷൂട്ട് ചെയ്യാണ്ട് ഞാൻ വിട്ടിട്ടുണ്ട്. കാരണം നമുക്ക് സേഫ് അല്ല എന്ന് തോന്നിയിട്ട്. കാരണം നമുക്ക് ഒരു 200 മീറ്ററിൽ ഡിസ്റ്റൻസിൽ നിന്ന് ഷൂട്ട് ചെയ്യണം. എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ക്യാമറ എടുത്തിട്ട് ഓടണം. അതിനുള്ള ഒരു ഗ്യാപ്പും കൂടി വേണം. പക്ഷേ വാഹനത്തിൽ പോകുന്നവർക്ക് വണ്ടി നിർത്തിയിടാണ്ടൊക്കെ പോയാൽ വളരെ ഈസി ആയിട്ട് കാഴ്ചകൾ കണ്ട് പോകാവുന്ന ഒരു സ്ഥലമാണ്. ഈ ആനകളെല്ലാം കാണാൻ പറ്റും.